ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി സാമ്പാർ പൊടി ഉണ്ടാക്കിയാലോ. കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് വറ്റൽമുളക്, കാശ്മീരി ചില്ലി വേണമെങ്കിലും എടുക്കാം. ഞാൻ എരിവിന് വേണ്ടിയിട്ട് സാധാരണ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകം, കടലപ്പരിപ്പ്, മല്ലി, അതുപോലെ അരി, പിന്നെ ഉഴുന്ന് പരിപ്പ്, ഒരിച്ചിരി ഉലുവ, പിന്നെ അവസാനം നമ്മൾ പൊടിക്കുന്ന സമയത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം അതെടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നും ഇതുപോലെ ചൂടായ ചട്ടിയിലേക്ക് ഇടുമ്പോൾ നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ മാറ്റിയെടുക്കണം. ഒരുപാട് ഫ്ലെയിം വയ്ക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക, കരിയാതെ ശ്രദ്ധിക്കുക. നല്ല കളർ വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മല്ലിയും കടലപ്പരിപ്പുമാണ് വറുക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നല്ല മണമൊക്കെ മാറി വരുമ്പോൾ എടുക്കുക. ഇനി കടലപ്പരിപ്പാണ് വറുക്കുന്നത്. കടലപ്പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വറുത്ത് അതിൻ്റെ മണമൊക്കെ മാറി വരുമ്പോൾ നമ്മളത് എടുക്കുക. എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ജീരകം മാക്സിമം നമ്മൾ ചട്ടിയിൽ ഫ്ലെയിമില്ലാതെ ചട്ടിയിലിടുകയാണെങ്കിൽ നല്ലത്. പെട്ടെന്ന് തന്നെ അത് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരിച്ചിരി കറിവേപ്പിലയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഈ സാമ്പാർ പൊടിക്ക് നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ പൊടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതുമാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമായിരിക്കും. അപ്പോൾ ഇതെല്ലാതും വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. കായപ്പൊടി ചേർക്കാൻ മറക്കരുത്.